നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ 12 രാശിയും ഏറ്റുമമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളിൽ കണ്ണിനിരവിന്റെ ഭാഷാണ തിമിരമില്ല ഉള്ളിൽ അഗ്നികോണിൽ കാറ്റുരഞ്ഞു തീച്ചീറ്റുന്ന നഗ്നമാം ദുസ്വർഗകാമമില്ല വാഴ്വിൽ ചെറുമ്പിച്ച വാതിലുകൾ അടയുന്ന വാഴ്നിഴൽ പൊറ്റുകൾ കിതപ്പാറ്റിയുടയുന്ന ചിടകെട്ടി കേവലത ധ്യാനത്തിനുറയുന്ന ചുടുകാട്ടിലെരിയാതിരിഞ്ഞ തിരിയുന്ന ഞാനാണ് ഭ്രാന്തൻ മുഖമുരുകുന്ന ഞാനാണ് മൂടൻ കോയ്മയുടെ കോലങ്ങളെറിയുന്ന ചുടലയ്ക്ക് കൊട്ടിരിക്കുമ്പോൾ കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ ഒരു കൊട്ടിവതിയും മക്കളെ പെറ്റൊരമ്മി നിന്റെ മക്കളെ നമ്മുടെ പാടം പോലെ ഒരു ഇത് വേണം. എന്താ നമ്മൾ പാടം പോലെ എല്ലാത്തിനും ഒരു ഇത് വേണം. മനസ്സിലായില്ലേ? 12 മക്കളെ നിന്റെ 12 മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. അപ്പൊ നമ്മള് പാടുമ്പോ ഇതിനമില്ല ഒരു പാവം നമ്മുടെ മനസ്സിൽ നമ്മളിപ്പോ കഥകളി കളിക്കും. നമ്മുടെ കഥകളി കളിക്കുമ്പോൾ പാവം ഈ പാവനത്തിന് നമ്മൾ നിന്റെ മക്കളെ 12 രാശിയും ഏറ്റുമമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. എന്റെ പാഷാണമല്ല എന്റെ പാഷാണം എന്ന് വല്ല അതിൽ എഴുതിയിട്ടുള്ളത്. എന്റെ സിരയിൽ നുരയ്ക്കും ഒഴുക്കലെല്ലാം കണ്ണിനെന്റെ പാഷാണ തീരമില്ല എന്നാൽ ഉള്ളിൽ അഗ്നികോണിൽ കാറ്റുരഞ്ഞു തീറ്റുമീ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് മനസ്സിൽ ആ ഒരു ഇപ്പൊ നമ്മളിപ്പോ ഡാൻസ് കളിക്കുക. ഡാൻസ് കളിക്കുക നമ്മൾ മനസ്സിലായില്ലേ? നമ്മളെ ഭാഗം കളിക്കുമ്പോൾ നമ്മൾ ആ ഒരു പാവം ഉണ്ടാവും. അപ്പൊ അടുത്ത വരി അങ്ങനെയല്ല നമ്മൾ കംപ്ലീറ്റ് ഉണ്ട്. അതല്ലേ
നമ്മളിപ്പോ എന്ത് ചെയ്താലും നമ്മളിപ്പോ എന്ത് വർക്കായാലും ശരി നമ്മൾ അതിനോടുള്ള ഒരു ഒരു മനസ്സിലൊരു ഉണ്ടാവണം. നമ്മളിപ്പോ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക മോഹൻലാലും മറ്റേ ഉദയനാട് താരം അതില് ജഗതി നവരസങ്ങൾ ജഗതിയെ പഠിപ്പിക്കും. ജഗതി ശ്രീനിവാസനെ പഠിപ്പിക്കുന്നുണ്ട്. നവരസങ്ങൾ എത്ര ഉണ്ട്? അത് പറ്റി എന്ന് പറഞ്ഞ എത്രയാണ്? നവ9 എന്താ പറയുന്നത്? നിനക്കൊന്നും അറിയില്ല. അല്ലല്ല ഒരു പിന്നെ മുക്കാ ഭാഗം എപ്പോഴും ബാക്കി ഇവിടെ ഉണ്ടാവും. Yes, I am still അവൻ സിനിമക്കോ രമാവൻ ഇമ്മ കച്ചറം ഇതെല്ലോ കിടക്കൂരടി ശിവ 12 മക്കളല്ലേ പിറന്നു. 12 മക്കളെത്തല്ല 12 മക്കളെത്രേ പിറന്നു. ദേവതി പാടലെല്ലാം തെറ്റാണ്. അങ്ങനല്ല പാടുന്നത്. കാര്യം ചെയ്താലും നമുക്ക് അതിനോട് നമ്മുടെ മനസ്സില് നമ്മളെ വീട്ടില് ഇതുണ്ട്. എന്നും പറയാം. അപ്പൊ പത്രകാളി ഇപ്പൊ നമ്മള് അഭിനയിച്ചാണ്. നമ്മുടെ കഥകളിൽ പറമ്പിലെ യക്ഷിയെ പോലെ പറമ്പിലെ യക്ഷിയെ പോലെ നമ്മൾ അനുഭവിക്കും. എങ്ങനെ അഭിനയിക്കണം? ചുടല പറമ്പിലെ സുഭദ്രയെ പോലെ ഭൂപടം മകനെ ഇതാണ് ഇന്ത്യയുടെ ഭൂപടം. ഭൂപടല്ല ഭൂപടം എല്ലാം ഓളം തള്ളം വന്നത് താര തന്തിരം 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 താര തന്തിരം താര തന്തിരം ആലപ്പുഴക്കായലിൽ ഓളം തള്ളുമ്പോൾ കായ പത്തിന്റെ മണിയടി കേൾക്കുമ്പോൾ ഓളം തള്ളുമ്പോൾ തന്തിരം തന്തിരം താര അല്ലെങ്കിൽ പാവട്ടെ ഇതൊക്കെ പാടാൻ വലിയ കാര്യം. നമ്മൾ മനസ്സിലുണ്ടാക്കി പാടുന്നതല്ല. നമ്മള് മനസ്സിൽ
അത് പിന്നെ കരയിൽ നമ്മള് അത് ഉള്ളോണ്ട് മകനെ